السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അള്ളാഹുവെ അനുഗ്രഹിക്കണം. ലോകത്ത് 800-ലധികം കോടി മനുഷ്യരുണ്ട്. 140 കോടിയിലധികം ഇന്ത്യക്കാരുണ്ട്. എല്ലാവരെയും നമുക്കറിയില്ല. ചിലര് സംസാരത്തിലും എഴുത്തിലും പറയും എല്ലാവരും അങ്ങനെയാണ്, ആരും മെച്ചമില്ല എന്നിങ്ങനെ. അവരെയൊന്നും നമുക്ക് ശരിക്കറിയില്ല. അറിഞ്ഞാൽ തന്നെ നമുക്ക് പറയാൻ ബാധ്യതയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അശഖഖത ഖൽബഹു, അയാളുടെ ഹൃദയം നീ കീറി നോക്കിയോ എന്ന്. മാ ഉമിർതു അൻ ഉനഖിബൽ ഖുലൂബ്, ഹൃദയങ്ങൾ കീറി നോക്കാൻ എന്നോട് കൽപ്പിച്ചിട്ടില്ല എന്ന്. അപ്പോൾ അറിയാത്ത ഒരു കാര്യം പറയാതിരിക്കുക, അതാണ് സുരക്ഷിതത്വം, അതാണ് ശരിയും. അറിയുന്ന കാര്യങ്ങൾ തന്നെ പറയേണ്ടത് മാത്രം പറയാം. അള്ളാഹു ഖുർആനിൽ അക്സറുഹും 44 സ്ഥലത്ത്, അക്സറുന്നാസി 22 സ്ഥലത്ത്, അധികം പേരും എന്ന്. അഹ്മദിന്റെ 24,180 ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുന്നുണ്ട്, മാ ബാലു അഖ്വാമി, അവിടുന്ന് ചോദിക്കുന്നുണ്ട് ഈ ആളുകളുടെ സ്ഥിതി എന്താണ്, കുറെ ആൾക്കാർ ഇങ്ങനെയാണല്ലോ എന്ന്. മിമ്പറിന്മേൽ നിന്ന് പലതവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും ഒന്നിച്ച് കുറ്റം പറയുന്ന ശൈലി ഇല്ല, വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. എല്ലാ സൂക്ഷ്മതയോടുകൂടിയും സംസാരിക്കാൻ അള്ളാഹുവെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം. എല്ലാവർക്കും അള്ളാഹുവെ ഹിദായത്ത് പ്രദാനം ചെയ്യണം. എല്ലാവരെയും ഈ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം. രോഗികളായി സദസ്സിലും വീടുകളിലും ആശുപത്രികളിലും ഉള്ളവർക്ക് അള്ളാഹുവെ ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണം. പാപികളാണ് റബ്ബെ, പുറത്തു തരണേ. പാവങ്ങളാണ്, ശക്തി പകരണേ റബ്ബെ. ഹജ്ജിമാർക്ക് ശരിയായ രീതിയിൽ ഹജ്ജ് നിർവഹിച്ച് മടങ്ങി വരാൻ തൗഫീഖ് നൽകണേ. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين. سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.